നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടോപ് 10ലേക്ക് സ്വാഗതം. ആശങ്ക വേണ്ടെന്ന് പറയുമ്പോഴും ഉള്ളിൽ തീയാണ്. ഭക്ഷണശാലകൾ പൂട്ടി. ഇനി അടുക്കള കൂടി അടക്കേണ്ടി വരുമോ? ഗ്യാസ് വിഷയം രാജ്യാന്തരമാണെങ്കിലും ഈ കൊച്ചു കേരളത്തിലും കത്തുകയാണ്. പരിഹാരക്രിയ ആയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത്. കടല് കടന്ന് ഗ്യാസ് എത്തും. ഇന്ത്യൻ പതാകയേന്തി 2 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. രാജ്യം ഇപ്പോൾ നേരിടുന്ന LPG പ്രതിസന്ധിക്ക് ആശങ്കയ്ക്ക് അറുതിയാകുമോ? വിശദമായി സമഗ്രമായി വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ധനക്ഷാമത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്രം. LPG ടാങ്കറുകളുമായി 2 കപ്പലുകൾ ഹോർമുസ് കടന്നു. തിങ്കളാഴ്ചയോടെ ഇന്ത്യയിലെത്തും. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ രാജ്യമെങ്ങും കർശന പരിശോധന. സംസ്ഥാനത്ത് ഹോട്ടലുകളിലെ LPG ക്ഷാമം പരിഹരിക്കാൻ ഊർജിത ശ്രമം. കാറ്ററിംഗ്, ഓൺലൈൻ ഭക്ഷണ വിതരണത്തെയും ബാധിക്കുന്നു. ഹോസ്റ്റലുകൾ പൂട്ടുന്നു. ഭക്ഷണക്ഷാമം നേരിട്ടാൽ തിരുവനന്തപുരത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ കോർപ്പറേഷൻ. എന്ത് വില കൊടുത്തും ഹോർമുസ് തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ. തീയതി തീരുമാനിക്കുക. വിഷു ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ കണക്കിലെടുത്ത് മെയ് 5-ന് മുൻപ് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയേക്കും. അസമിലും പശ്ചിമ ബംഗാളിലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് മോദി. തിരഞ്ഞെടുപ്പിൽ സുധാകരനെ നേരിടാൻ ഉറച്ച് CPM. സുധാകരൻ പാർട്ടിയെ ചതിച്ചുവെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. സുധാകരനെതിരെ അമ്പലപ്പുഴയിൽ പാർട്ടിയുടെ ബഹുജന മാർച്ചും പൊതുയോഗവും. മാർച്ച് ആരംഭിച്ചത് VS-ന്റെ വീടിന് മുൻപിൽ നിന്നും. വർഗവഞ്ചകന് മാപ്പില്ലെന്ന് ബാനർ. കണ്ണൂർ സീറ്റിൽ കോൺഗ്രസ് നേതൃത്വത്തോട് വിട്ടുവീഴ്ചയ്ക്കില്ലാതെ സുധാകരൻ MP. ചർച്ചയ്ക്കായി ഡൽഹിയിലേക്കില്ല. തീരുമാനം പാർട്ടിയുടേതെന്ന് VD സതീശൻ. സുധാകരനെ അനുകൂലിച്ച് എറണാകുളത്തും പോസ്റ്റർ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണോ എന്ന് പരാമർശിക്കാതെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. മതപരമായ കാര്യങ്ങളിൽ മതപണ്ഡിതർ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്ന് സംസ്ഥാനം. തുടർന്ന് കോടതി തീരുമാനമെടുക്കണമെന്നും സത്യവാങ്മൂലം. നിലപാട് മാറ്റം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ആവർത്തിച്ച് കോൺഗ്രസും BJPയും. സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നു. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം. തമിഴ് കവിയും നോവലിസ്റ്റും ഗാനരചയിതാവുമായ R. വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം. 2002-ന് ശേഷം തമിഴ് ഭാഷയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നതാദ്യം. ജീൻ സന്തോഷ് വധക്കേസ് പ്രതിയും കൊടും ക്രിമിനലുമായ അലുവ അതുലിനെ കൊല്ലത്ത് നടുറോഡിൽ വെട്ടിക്കൊന്നു. ജാമ്യത്തിലിറങ്ങിയ അതുലിന്റെ കൊലപാതകം സ്റ്റേഷനിൽ ഹാജരായി ഒപ്പുവെച്ച് മടങ്ങുന്നതിനിടെ. ഓച്ചിറ കരുനാഗപ്പള്ളി സംഘങ്ങൾ തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. പ്രധാന പ്രതി ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. ISL 2026 സീസണിലെ 5-ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസ സമനില. ഈസ്റ്റ് ബംഗാൾ FCയെ 1-1 സമനിലയിൽ തളച്ചു. ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഗോൾ നേടിയത് മുഹമ്മദ് അഫ്സൽ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നാളെ അയോധ്യയിലേക്ക് യാത്ര. പ്രത്യേകം സജ്ജീകരിച്ച ട്രെയിനിൽ. വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ 2-ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു. സ്റ്റോറി ഓഫ് ദ ഡേ. ആരോഗ്യം പരിപാലിച്ചോളൂ, സമ്മാനം ഉറപ്പ്. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷം. പെട്ടുപോയത് ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസിനെയും ഒക്കെയാണ്. ഓൺലൈൻ ഭക്ഷണ വിതരണം അടക്കം നിലച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളും അടക്കം അടച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി നേരിടാനും LPG വിതരണം സുഗമമാക്കാനും വിപുലമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തുണ്ട്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ രാജ്യമെങ്ങും കർശന പരിശോധന തുടരും.
ഇന്ധനക്ഷാമത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG ലഭ്യത കുറവ് ഇപ്പോഴില്ലെന്നും ആരും ബുക്കിംഗിനായി നേരിട്ട് പോകേണ്ടതില്ലെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വയ്ക്കരുതെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സംസ്ഥാനങ്ങളിലെ പാചകവാതക വിതരണം പരിശോധിച്ചു വരികയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കരിഞ്ചന്തയ്ക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും സുജാത ശർമ്മ അറിയിച്ചു. പാചകവാതക ഉൽപാദനം കൂട്ടിയെന്നും അനാവശ്യ പരിഭ്രാന്തി വേണ്ടെന്നും വ്യക്തമാക്കി. हमारी क्रूड की सप्लाई हमारे पास सफिशिएंट है और हमारी रिफाइनरीज भी फुल कैपेसिटी पर ऑपरेट हो रही हैं. रिटेल आउटलेट्स पर कोई ड्राई आउट रिपोर्ट नहीं है. सफिशिएंट पेट्रोल और डीजल अवेलेबल है. हम अपनी आवश्यकता के अनुसार पर्याप्त पेट्रोल और डीजल देश में उत्पादन करते हैं और इसीलिए हमें कोई इंपोर्ट की भी आवश्यकता नहीं है. അതിനിടെ ഇന്ത്യയുടെ ശിവാലിക് നന്ദാദേവി കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വിജയകരമായി കടന്നു. ഇന്നലെയാണ് ഈ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിച്ചത്. 2 ദിവസത്തിനുള്ളിൽ മുംബൈയിലോ കാൻഡ്ല തുറമുഖത്തോ എത്തിയേക്കുമെന്നാണ് വിവരം. 3 ദിവസത്തിനുള്ളിൽ 6 ടാങ്കറുകൾ ഇന്ത്യയിലെത്തി. പശ്ചിമേഷ്യയിൽ നിന്ന് 1,72,000 ഇന്ത്യക്കാർ മടങ്ങിയെത്തിയെന്നും കേന്ദ്രം അറിയിച്ചു. ഇറാഖിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. സൗദി, തുർക്കി രാജ്യങ്ങൾ വഴിയാണ് ഇവരെ ഒഴിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. യുദ്ധമുനമ്പിലൂടെ 2 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പാചകവാതക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നുവെന്നും പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയെ ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിന്റെ പേരിൽ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, LPGയുമായിട്ട് 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നുള്ളതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള നയതന്ത്ര ബന്ധം, ആ നയതന്ത്ര ബന്ധമാണ് ഇതിനുള്ള കാരണം. ആശ്വാസ വാർത്തകളൊക്കെ പുറത്തു വരുന്നുവെങ്കിലും സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ എറണാകുളത്ത് ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഓയിൽ കമ്പനി, ഗ്യാസ് വിതരണ ഏജൻസികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും കിരൺ നൽകും. കിരൺ, ഈ പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ്. ഈ ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസിനെയും ഒക്കെ അത് ബാധിച്ചിട്ടുണ്ട് താനും. ഇന്ന് വന്ന കണക്കനുസരിച്ച് കൊച്ചിയിൽ മാത്രം 70% ഹോട്ടലുകൾ പൂട്ടിയിരിക്കുന്നു. വീട്ടമ്മമാർക്കൊക്കെ ആശങ്കയാണ്. അവലോകന യോഗമൊക്കെ ഇന്ന് കൊച്ചിയിൽ ചേർന്നിരുന്നല്ലോ. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതാണ് കിരൺ. സംസ്ഥാനത്ത് LPG ക്ഷാമം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിനോടകം തന്നെ പല ഹോട്ടലുകളും LPG സിലിണ്ടറുകൾ ലഭ്യമല്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ചില ഹോട്ടലുകളൊക്കെ പകരം സംവിധാനം കണ്ടെത്തിക്കൊണ്ട് ഈ പാചകം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പല ഹോട്ടലുകളിലും ഭക്ഷണ വിതരണത്തിൻ്റെ സമയത്തിന് ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ചില ഹോട്ടലുകളൊക്കെ ഇപ്പോൾ വിറകടുപ്പിലേക്ക് പാചകം മാറ്റുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ സമൃദ്ധി ഹോട്ടലും ഇത്തരത്തിൽ വിറക് അടുപ്പിലേക്ക് പാചകം മാറ്റുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു LPG ക്ഷാമം തുടരുന്നൊരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം ചേർന്നിരുന്നത്. ഈ യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് പറഞ്ഞത്, ഇപ്പോൾ ഗ്യാസ് ബുക്കിംഗ് അടക്കമുള്ള ചില കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണം കൊണ്ടുവരാൻ കാരണം നേരത്തെ 7000 ബുക്കിംഗ് വരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ബുക്കിങ്ങിൻ്റെ എണ്ണം വളരെ രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ആളുകൾ ആശങ്കപ്പെട്ടുകൊണ്ട് തന്നെ LPG ബുക്ക് ചെയ്യുന്നതായിട്ടുള്ളൊരു സാഹചര്യമാണ്. നേരത്തെ 7000 ആയിരുന്നെങ്കിൽ ഇന്ന് പ്രതിദിനം 12,000-ഓളം ബുക്കിങ്ങിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഈ ഒരു അവസ്ഥ മറികടക്കുന്നതിന് വേണ്ടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഗാർഹിക ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സിംഗിൾ സിലിണ്ടർ ഉപഭോക്താക്കൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് എല്ലാവരിലേക്കും ഗ്യാസ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമുണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ റിഫൈനറികൾ അവരുടെ ഉൽപ്പാദനം 30% കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടതില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്.
ശരി, വിശദമായ വിവരങ്ങളാണ് കിരൺ പങ്കുവച്ചത്. പാചകവാതക ക്ഷാമം മൂലം ആശുപത്രികളിലും ഹോട്ടലുകളും ഭക്ഷണം കിട്ടാത്ത സാഹചര്യം വന്നാൽ തിരുവനന്തപുരത്ത് നഗരസഭാ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന് മേയർ വി രാജേഷ്. ഇത് സംബന്ധിച്ച് എല്ലാ കൗൺസിലർമാരുടെയും ഓൺലൈൻ മീറ്റിംഗ് നടത്തി നാളെ സർവകക്ഷി യോഗം വിളിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പാചകവാതക ക്ഷാമം മൂലം വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആശയവുമായി തിരുവനന്തപുരം നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത്. ആശുപത്രികളിലും ഹോട്ടലുകളിലും ഭക്ഷണം കിട്ടാത്ത സാഹചര്യമുണ്ടായാൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് നാളെ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടാകും. സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുതെന്ന് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ, കേറ്ററിംഗ് അസോസിയേഷൻ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ നിർദ്ദേശം നൽകിയതായും മേയർ പറഞ്ഞു. ഒരു കാരണവശാലും ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് പോകരുത് എന്ന് ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാചകവാതക ക്ഷാമമുണ്ട് എന്നുള്ളൊരു ധാരണ പരത്തി കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കർശനമായിട്ട് കോർപ്പറേഷൻ നേരിടും. പരിശോധനകൾ വളരെ ശക്തമാക്കും. അങ്ങനെയുള്ളവരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹോസ്റ്റൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാ പ്രതിസന്ധികൾക്കും ഉടൻ പരിഹാരമുണ്ടാകുമെന്നും മേയർ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽപ്പന. കൊണ്ടോട്ടി കൊട്ടുകരയിലാണ് സംഭവം. കൊട്ടുകര SA ഓട്ടോ LPG പമ്പിലാണ് കരിഞ്ചന്തയിൽ വിൽപ്പന നടന്നത്. 2000 രൂപ നിരക്കിൽ സിലിണ്ടറിൽ ഫിൽ ചെയ്ത് നൽകുകയായിരുന്നു. വാഹനങ്ങൾക്ക് നിറയ്ക്കാൻ മാത്രമാണ് അനുമതിയുള്ളത്. ഇന്നലെ 1000-ലധികം ആളുകൾക്ക് സിലിണ്ടർ ഫിൽ ചെയ്ത് നൽകി. സ്റ്റോക്ക് തീർന്നതിനാൽ ഇന്ന് വിൽപ്പന നടന്നില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമായി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പുതിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന പല രാജ്യങ്ങളും കടലിടുക്ക് തുറക്കുന്നതിന് അമേരിക്കയുമായി ചേർന്ന് യുദ്ധക്കപ്പലുകൾ അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK തുടങ്ങിയ രാജ്യങ്ങൾ സഹകരിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. അതേസമയം യുദ്ധം നിർത്തുന്നതിനായി ഇറാൻ തങ്ങളെ സമീപിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം തള്ളി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയൊരു ഒത്തുതീർപ്പിന് താൽപ്പര്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ സൈന്യത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്നും 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായി രാജ്യം സജ്ജമാണെന്നും ഇറാൻ പ്രതികരിച്ചു. അതിനിടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് നേരെ വ്യോമാക്രമണം നടത്തിയതായി ട്രംപ് അറിയിക്കുന്നു. പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ബോംബിംഗ് റെയ്ഡുകളിൽ ഒന്നാണ് US സെൻട്രൽ കമാൻഡ് നടത്തിയതെന്നും ഖാർഗ് ദ്വീപിലെ എല്ലാ സൈനിക താവളങ്ങളും പൂർണ്ണമായി തകർത്തുവെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെട്ടു. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന അതീവ തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപിനെ ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ വ്യോമസേന മിന്നലാക്രമണം നടത്തിയത്. ഇറാൻ തീരത്തുനിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഈ ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നിലവിൽ ദ്വീപിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മുന്നറിയിപ്പ് കടുത്തതാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചാൽ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന പാത ഇതാണ്. അമേരിക്കയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എണ്ണക്കപ്പലുകൾക്ക് US നേവിയുടെ അകമ്പടി ഉടൻ ആരംഭിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാന്റെ എണ്ണക്കയറ്റുമതി തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് JP മോർഗൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഏജൻസികൾ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നത് അമേരിക്കയുടെ പരിഗണനയിലുണ്ടെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാൻ തീരത്തുനിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു നേരിട്ടുള്ള ആക്രമണവും ആഗോളതലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങി കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. SIR-ൽ അപ്പീൽ സമർപ്പിക്കാനുള്ള ബംഗാളിന്റെ സമയം അവസാനിച്ചാൽ ഉടൻ തീയതി പ്രഖ്യാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കേരളത്തിൽ വിഷുവിന് ശേഷം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. കേരളം കൂടാതെ തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്.
കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനോടകം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. നാളെയാണ് ബംഗാളിൽ SIRൽ അപ്പീൽ സമർപ്പിക്കാനുള്ള അവസാന സമയം. ഇതിനു പുറകെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റത്തവണയായി വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത. കേരളത്തിൽ വിഷുവിന് ശേഷമാകും വോട്ടെടുപ്പ്. അസമിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്ന ബംഗാളിൽ ഇത്തവണ 5 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചന. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനായി രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾ സജീവമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യേഷ്യയിലെ യുദ്ധത്തിനിടയിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. അസമിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിൽച്ചാറിൽ 23,550 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിലെത്തിയ പ്രധാനമന്ത്രി ഭരണകക്ഷിയായ TMCക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ഇന്ത്യയുടെ വികസനത്തിന് വിഘാതമാകുന്ന ശക്തികളുടെ കൈകളിലെ ഒരു പാവയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ പൌരന്മാരോടുള്ള സംഘർഷത്തിന്റെ പ്രത്യാഘാതം ലഘൂകരിക്കാനായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ താൽപര്യവുമായി ബന്ധപ്പെട്ട ഈ പ്രധാന ദൌത്യത്തിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ അതിവേഗ വികസനം അംഗീകരിക്കാൻ കഴിയാത്ത ലോകമെമ്പാടുമുള്ള ശക്തികളുടെ കൈകളിലെ വെറും പാവയായി കോൺഗ്രസ് മാറി. കോൺഗ്രസ് തുടർച്ചയായി തെരഞ്ഞെടുപ്പ് തോൽവികൾ നേരിടുകയാണെന്നും 100 തോൽവികൾ നേരിടാൻ ഒരുങ്ങുകയാണെന്നും മോദി പരിഹസിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിലുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെയും മോദി വിമർശിച്ചു. കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തെ കളങ്കപ്പെടുത്താൻ സ്വയം സമർപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അസമിലെ സിൽച്ചാറിൽ 23,550 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സിൽച്ചാറിലെ അംബികാപൂരിൽ 3 പദ്ധതികൾക്കുള്ള ഭൂമി പൂജൻ അഥവാ തറക്കല്ലിടൽ ചടങ്ങ് മോദി നിർവഹിച്ചു. 22,864 കോടി രൂപയുടെ 166 കിലോമീറ്റർ ദൈർഘ്യമുള്ള എക്സ്പ്രസ് ഹൈവേയും ഉൾപ്പെടുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി ഭരണകക്ഷിയായ TMCക്കെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ബംഗാളിലെ ജനത മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വികസനമില്ലെന്നും തൊഴിലില്ലായ്മയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ആലപ്പുഴയിൽ പാർട്ടിക്ക് കോട്ടം തട്ടാതെയും G സുധാകരനെ നേരിടാനും തുറന്ന പോരിന് ഉറച്ച CPM പരസ്യമായി നിലപാട് അറിയിച്ചിരിക്കുകയാണ് ജില്ലാ നേതാക്കൾ. ആയിരങ്ങൾ അണിനിരന്ന പ്രകടനവും പൊതുയോഗവും നടന്നു. വർഗവഞ്ചകന് മാപ്പില്ല എന്നതടക്കം എഴുതിയ ബാനർ ഏന്തിയുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇന്ന് കണ്ടത്. G സുധാകരന് നൽകിയ അവസരങ്ങൾ ജില്ലാ സെക്രട്ടറി R നാസർ എണ്ണിപ്പറഞ്ഞു. നൽകാവുന്ന എല്ലാ പരിഗണനയും പാർട്ടി നൽകിയെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു. സുധാകരനോട് സഹതാപം മാത്രമാണെന്നാണ് H സലാം MLA പ്രതികരിച്ചത്. സംസ്ഥാന നേതാക്കളെത്തി ആലപ്പുഴയിൽ പ്രതിരോധം തീർക്കും. പൊതുയോഗങ്ങളിൽ സുധാകരൻ പാർട്ടിയെ ചതിച്ചു എന്ന് ജനങ്ങളോട് വിശദീകരിക്കും. എന്നാൽ സുധാകരൻ പൊതുരംഗത്ത് സജീവമാണ്. പാർട്ടി വിട്ട സുധാകരനെ പാർട്ടി തലത്തിൽ തന്നെ നേരിടാനാണ് CPM നീക്കം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ആലപ്പുഴയിലേക്കെത്തി പ്രതിരോധം തീർക്കും. ജില്ലയിലെമ്പാടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അണിനിരത്തി പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇന്ന് ചേർന്ന അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. ഇതിനു മുന്നോടിയായി ആയിരങ്ങളെ അണിനിരത്തി പുന്നപ്രയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. പുന്നപ്രയിലെ സുധാകരന്റെ വീടിന് സമീപമായിരുന്നു പ്രതിഷേധ പ്രകടനവും യോഗവും ചേർന്നത്. യോഗത്തിൽ സുധാകരനെ കടന്നാക്രമിച്ചായിരുന്നു നേതാക്കളുടെ പ്രസംഗങ്ങൾ. സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി R നാസർ അധികാരമോഹിയായ സുധാകരൻ 5 വർഷമായി അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയെന്നും ഇത്രയും അവസരം ലഭിച്ച മറ്റൊരു നേതാവ് കേരളത്തിൽ ഇല്ല എന്നും കുറ്റപ്പെടുത്തി. സഖാവ് G സുധാകരനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളതെന്നാണ്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കരുത്. ഞങ്ങളുടെ പാർട്ടിക്ക്, നമ്മുടെ പാർട്ടിക്ക് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വയം പ്രശ്നം നടത്തും. കാരണം ഇത്ര വലിയ അംഗീകാരം കൊടുത്തു, എല്ലാ രൂപത്തിലും എല്ലാ മര്യാദകളും കാണിച്ചിട്ടും എല്ലാ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടും പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി ചേർത്ത് നിർത്തി ഇത്രയും നാൾ
നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ പോയ ഒരു സഖാവിന് ഈ 80-ാം വയസ്സിലും ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സുധാകരൻ വലതന്മാരുടെ എച്ചിൽ നക്കിയാണെന്നും പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്താൽ ഏത് സുധാകരനായാലും തോറ്റുമടങ്ങുമെന്ന മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നത്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള സുധാകരനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അവബോധം വളർത്തുകയാണ് പാർട്ടിയുടെ ആദ്യ ലക്ഷ്യം. ഇതിനായി ബ്രാഞ്ച് തലം മുതൽ യോഗങ്ങൾ നടത്തി സുധാകരൻ പാർട്ടിയെ ചതിച്ചു എന്നും പാർട്ടി സുധാകരന് നൽകിയ അവസരങ്ങൾ സംബന്ധിച്ചും അവബോധം വളർത്തും. പൊതുയോഗങ്ങളിൽ പാർട്ടി സുധാകരന് നൽകിയ അവസരങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾ സംസാരിക്കും. ജനങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ് ലക്ഷ്യം. അതിനിടെ തൃണമൂൽ നേതാക്കൾ PV അൻവറിന്റെ നിർദ്ദേശപ്രകാരം സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സുധാകരനെ കോൺഗ്രസ് പിന്തുണ നൽകുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന് പറഞ്ഞ സുധാകരന്റെ നിലപാട് തിരുത്താതെ പിന്തുണ നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ആര് പിന്തുണ നൽകിയാലും മണ്ഡലത്തിൽ LDF-UDF പോരാട്ടമായിരിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. അനുഭവ സമ്പത്തിന്റെ പാഠവുമായി സുധാകരൻ എത്തുമ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ ചുമലിലേറിയാകും H. സലാം രാഷ്ട്രീയ ഗുരുവിനെ നേരിടാനൊരുങ്ങുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോൺഗ്രസിന് തലവേദനയായി കീറാമുട്ടിയായി കെ സുധാകരൻ MP. ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തിങ്കളാഴ്ച സുധാകരനുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു അനുനയ നീക്കത്തിന് വഴങ്ങില്ലെന്നും കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് കെ സുധാകരൻ. തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് പോകില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അതിനിടെ സമവായത്തിനായി കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയെന്ന സൂചനകളും പുറത്തുവരുന്നു. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഇന്നലെ കെ സുധാകരൻ അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്നും വീട്ടിലേക്ക് വന്നത്. ഇതിനിടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പരസ്യമാക്കി വൈകാരിക FB പോസ്റ്റുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ MPമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ആരും സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ട എന്നുമാണ് VD സതീശന്റെ നിലപാട്. അതേസമയം സുധാകരനെ കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല. ഇതിനിടെ പരിഹാരത്തിനായി ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് കെ സുധാകരനെ വിളിപ്പിച്ചുവെങ്കിലും പോകേണ്ടതില്ല എന്നാണ് നിലവിലെ തീരുമാനമെന്നാണ് വിവരം. എന്തായാലും കടുത്ത നിലപാടുകളിലേക്ക് കടക്കരുതെന്നും മാധ്യമങ്ങളെ കാണരുത് എന്നും കെ സുധാകരന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുധാകരനെ മത്സരിക്കാൻ ഹൈക്കമാൻഡ് അനുവദിച്ചാൽ മറ്റ് MPമാരും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടും. ഇത് പാർട്ടി നേതൃത്വത്തിന് തലവേദനയാകും. മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലുമല്ല പാർട്ടി പ്രവർത്തകർ. ഇതിനിടെ സമവായത്തിനായി കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയതായാണ് വിവരം. കണ്ണൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. 2016 മുതൽ കടന്നപ്പള്ളിയാണ് കണ്ണൂരിൻ്റെ MLA. വീണ്ടും മത്സരിച്ചാൽ കടന്നപ്പള്ളി തോൽക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. എന്നാൽ സുധാകരൻ ഉയർത്തുന്ന സമ്മർദ്ദം LDFന് അനുകൂലമാകുമോ എന്ന ആശങ്കയിലുമാണ് കോൺഗ്രസ് പ്രവർത്തകർ. കെ സുധാകരനെ അനുകൂലിച്ച് എറണാകുളത്തും പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ, പറവൂർ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ MLA ഓഫീസിന് സമീപവും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്റർ. ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കെ സുധാകരൻ MPയുടെ FB പോസ്റ്റിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നോട് പറഞ്ഞതാണ് താൻ ഇന്നലെ വ്യക്തമാക്കിയത്. ഇപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ല. MPമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ സുധാകരൻ എന്തെങ്കിലും ഉറപ്പ് നൽകിയതായി അറിവില്ലെന്നും ആരും സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. എന്നോട് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇട്ടാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ കുഴപ്പം? കണ്ണൂരിനെ പറ്റി അദ്ദേഹം വികാരഭരിതമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂർ. അതിനേക്കാളും വലുതാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. എന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാൻ പറ്റിയ അത്ര വലിയ നേതാവല്ലല്ലേ ഞാൻ. എന്തായാലും എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല. കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നിലവിൽ യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. സുധാകരൻ കണ്ണൂരിന്റെ മാത്രമല്ല കേരളത്തിലെ തന്നെ കരുത്തുറ്റ നേതാവാണ്. പിന്തുണയ്ക്കുന്നവരുടെ വികാരം മാത്രമല്ല നോക്കേണ്ടത്, പാർട്ടി തീരുമാനമാണ് പ്രധാനമെന്നും ദീപാദാസ് മുൻഷി കാസർഗോഡ് പറഞ്ഞു.
UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെ ആരോപണവുമായി കോൺഗ്രസിലെ ദളിത് വിഭാഗം നേതാക്കൾ ഇന്ന് രംഗത്തെത്തി. അടൂർ പ്രകാശ് എംപിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഹരിദാസിനെ ചിറയൻകീഴ് മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതെന്നാണ് ആരോപണം. ജില്ലയിൽ നിന്നുമുള്ള ദളിത് വിഭാഗം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നും പട്ടികജാതിക്കാരെ സംവരണ മണ്ഡലങ്ങളിൽ മാത്രമല്ലാതെ മറ്റു മണ്ഡലങ്ങളിലും പരിഗണിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. മറിച്ചാണെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജനറൽ സീറ്റുകളിൽ മത്സരിക്കുമെന്നും അവർ അറിയിക്കുന്നു. കോന്നി MLA KU ജനീഷ് കുമാറിനെ പൊതുവേദിയിൽ പരസ്യമായി പിന്തുണച്ച് ശിവഗിരി ട്രസ്റ്റ് ബോർഡ് അംഗം ഗുരുപ്രസാദ് സ്വാമികൾ. ജനീഷ് കുമാർ കോന്നിക്കാരുടെ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. അതിനുള്ള അനുഗ്രഹം ഗുരു നൽകുമെന്നും ജനീഷ് ജനപ്രതിനിധികൾക്ക് മാതൃകയെന്നും ഗുരുപ്രസാദ് സ്വാമികൾ പറയുന്നു. ഗുരുധർമ്മ പ്രചരണ സഭ കോന്നിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്വാമി ജനീഷ് കുമാറിന് പിന്തുണ അറിയിച്ചത്. ശിവഗിരി മഠം നിർദ്ദേശിച്ച അടൂർ പ്രകാശിനെയും K സുധാകരനെയും ഒഴിവാക്കിയാൽ കോൺഗ്രസിന് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് രാവിലെ പത്തനംതിട്ട DCC ഓഫീസിന്റെ വാതിലിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് KU ജനീഷ് കുമാറിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജനകീയ മുന്നണിയുടെ യോഗം. ഷാനവാസ് പാദൂരിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ മുന്നണി യോഗം ചേർന്നത്. ഷാനവാസ് തയ്യാറായില്ല എങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് ജനകീയ മുന്നണി ഭാരവാഹികൾ പറഞ്ഞു. മഞ്ചേശ്വരത്ത് BJPയുടെ വിജയം ഇല്ലാതാക്കാൻ ഓരോ തെരഞ്ഞെടുപ്പിലും UDFന് വേണ്ടി നടത്തുന്ന ക്രോസ് വോട്ടിംഗ് ഇനി നടക്കില്ല എന്നും മഞ്ചേശ്വരത്തെ ജനകീയ മുന്നണി വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തന്ത്രപരമായ നിലപാടുകളുമായി സംസ്ഥാന സർക്കാർ. മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതപണ്ഡിതർ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന മുൻ നിലപാട് ഒഴിവാക്കിയാണ് പുതിയ സത്യവാങ്മൂലം സർക്കാർ നൽകിയത്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൽ നേരിട്ടുള്ള നിലപാട് വ്യക്തമാക്കാതെയാണ് 17 പേജുകളുള്ള പുതിയ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയത്. ഭരണഘടനാപരമായ 7 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ നൽകിയത്. ശബരിമലയിലെ ആചാരങ്ങളിൽ കോടതിയുടെ പരിശോധന ആവശ്യമാണെങ്കിൽ അത് ആ വിഭാഗത്തിലെ പണ്ഡിതന്മാരുമായും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും ചർച്ച നടത്തണമെന്ന നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചത്. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന മുൻ നിലപാട് ഒഴിവാക്കിയാണ് പുതിയ സത്യവാങ്മൂലം നൽകിയത്. വിഷയം പഠിക്കാൻ സമിതി വേണമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. യുവതീ പ്രവേശനം അനുവദിച്ചുള്ള 2018 കോടതി വിധി വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളും വിശ്വാസികളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളും കണക്കിലെടുത്താണ് ഇത്തരമൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചതെന്നാണ് വിശദീകരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.